ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് ഫാസ്റ്റ് ഫുഡ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരിച്ചും ഗോവ വന്നിരിക്കുകയാണ് ഗൈസ്. ഗോവയിലാണ് നമ്മൾ ഇനി ഒരു 5 ദിവസം ഇരിക്കാൻ പോകുന്നത്. ഇവിടെ നോർത്ത് ഗോവയിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഫുൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് ഗോവയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേസസും അതേപോലെ നോർത്ത് ഗോവ കാഴ്ചകളായിരിക്കും നിങ്ങൾ ഈ സീരീസിൽ ഫുള്ളായിട്ട് കാണുക. ഗോവ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഓരോ തവണ വരുമ്പോഴും ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു മോൺസൂൺ സീസണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോൺസൂൺ സീസൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഓപ്പൺ ആണ് ഈ ടൈമിൽ എന്നൊക്കെ നമുക്ക് നോക്കാം. അതന്നെ, മോൺസൂൺ സീസണിൽ കുറേ നമ്മൾ കേട്ടിരിക്കുന്നത് എല്ലാം ബീച്ചെല്ലാം ക്ലോസ്ഡ് ആണ്, അതേപോലെ പാർട്ടീസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ മോൺസൂൺ സീസണിൽ ഗോവയിൽ വന്നാൽ ചെയ്യാൻ പറ്റുക, പിന്നെ നിങ്ങൾക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റും, എന്തൊക്കെ പ്ലേസസൊക്കെയാണ് ഓപ്പൺ, അതൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോർത്ത് ഗോവ കാഴ്ചകളൊക്കെ പോയി കാണാം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഗോവയ്ക്ക് നമുക്ക് ഡൊമസ്റ്റിക് എയർലൈൻസ് ഇവിടെ തന്നെയുണ്ട്. ഇൻ്റർനാഷണൽ പുതിയ ടെർമിനലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും ഒരു അടിപൊളി ടെർമിനലാണ്, നല്ല കിട്ടില്ല ടെർമിനൽ, നല്ല വിഷ്വൽസാണ്. ആക്ച്വലി സിംഗപ്പൂർ എയർപോർട്ട് പോലെയൊക്കെയാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഞങ്ങൾ എന്തായാലും ചെക്കിനൊക്കെ കഴിഞ്ഞു, ഇനി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ ഉള്ളിൽ പോയിട്ട് ഈ ലോഞ്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഫുൾ നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ 13th century 14th century കൊണ്ടുവന്ന ശ്രീദേവീൻ്റെ ഒരു സ്റ്റാച്യു ആണത്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാച്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം മ്യൂസിയമിലൊക്കെ കൊണ്ടുവന്നവരൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നമുക്ക് ഇങ്ങനെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ കർണാടക ട്രഡീഷണൽ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ കാണാൻ പറ്റും. പെയിൻറ്റിങ്സ്, അതേപോലെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. എന്തായാലും വലിയൊരു എയർപോർട്ട് തന്നെയാണ്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ആക്ച്വലി ഒരു സിംഗപ്പൂർ എയർപോർട്ട് പോലെയൊക്കെ അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതെ, ഒരു വാട്ടർഫാളും. ആക്ച്വലി ഒരു ഗ്രീനറി എയർപോർട്ടായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലും പോയി നോക്കാം. ഡൊമസ്റ്റിക്കിലും കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ കുറച്ച് സുവീനിയേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ച് വാച്ച്, സൺഗ്ലാസ് അങ്ങനെയൊക്കെ മേടിക്കും. കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ ടെർമിനലാണ്, ടെർമിനൽ 2 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡൊമസ്റ്റിക് സൈഡും ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ലോഞ്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ലോഞ്ച് പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ലോഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്രാവശ്യം നമുക്ക് ഗോവ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മഴയാണ്. മോൺസൂൺ ഗോവയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെയിം ടൈപ്പ് ഓഫ് വീഡിയോ തന്നെ നമ്മൾ എപ്പോഴും എടുക്കാൻ പാടില്ല. ഗോവ എപ്പോൾ പോയാലും ഡിഫറെൻ്റ് ആയിരിക്കണം. ആ വീഡിയോ കാണുന്നവർക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ആവണം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസോർട്ട്സ് ഒന്നും എടുക്കുന്നില്ല, ഫുൾ Airbnbs ആണ് നമ്മൾ ഫുൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഗോവ സീരീസിൽ കാണാൻ പോകുന്നത്. 80 എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഡൊമസ്റ്റിക് ടെർമിനൽ 2 ലോഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വെച്ചാൽ ലഞ്ച് സ്റ്റാർട്ടാവും, ലഞ്ച് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരു 12:50 നമ്മുടെ ഫ്ലൈറ്റ്. ആ ടൈം ആകുമ്പോൾ നമ്മൾ പോയാൽ മതി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഈ ലോഞ്ചിലൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഗേറ്റിന് മുന്നിൽ ഇരിക്കണമെന്നൊന്നുമില്ല. കുറച്ച് നല്ല റെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പോവാം. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ എയർപോർട്ട് ലോഞ്ചസും ഇല്ലെങ്കിൽ ആ ഒരു കാർഡിൽ നമ്മൾ ബേസ്ഡ് വിസ കാർഡിലോ മാസ്റ്റർ കാർഡിലോ ഇല്ല നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കാർഡ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അവർ തന്നെ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ലോഞ്ചസ് ഫ്രീ തരും. പെർ ക്വാർട്ടറിന് 1 വിസിറ്റ് 2 വിസിറ്റ് അങ്ങനെ ഡിപ്പെൻസ് ഓൺ ദ കാർഡായിട്ട് കുറേ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിന് ഞങ്ങൾ കൊടുത്തത് 2 rupees ആണ്.
ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1750 ആണ് നമുക്ക് വരിക ഈ ഒരു ലോഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 2 കാർഡിൻ്റെ ഇതുണ്ടായിരുന്നു, ലോഞ്ച് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തായാലും നമുക്ക് ഇവിടെ പോയി കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം. ഞങ്ങൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് ഇനി പോകുന്നുള്ളൂ. ഫസ്റ്റിന് ലോഞ്ചിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറേ സോസേജ്, എഗ്സ്, അതേപോലെ പാവ്, മുംബൈ ബജി, അങ്ങനത്തെ കുറേ ഡിഷസ് ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഇഡ്ഡലി ആൻഡ് സൗത്ത് ഇന്ത്യൻ കുറേ ഡിഷസ് വന്നിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ടീ, കോഫി, അതേപോലെ ജ്യൂസസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രെഡ്സ് അവിടെ അവൈലബിൾ ആണ്. ബ്രെഡ്സ് ഉണ്ട്, ക്രോസൻസ്, അതേപോലെ കോൺഫ്ലേക്സ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ കുറച്ച് റൈസും ഒരു ചിക്കൻ സോയ ബോൾസ് പോലെ, പിന്നെ ഒരു ചിക്കൻ ഗ്രേവി, പനീർ കറി ഉണ്ട്, ചപ്പാത്തിയും റൈസും ഇതാണ് ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ വൈഡ് വെറൈറ്റീസ് ഉണ്ട്. അതിലാണ്ട് കുറച്ച് ഡെസേർട്ട്സും പിന്നെ നമുക്ക് കോഫി, ജ്യൂസ് ഇതൊക്കെയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ലോഞ്ച് തന്നെയാണ്. ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 12:15 ഫ്ലൈറ്റ്. ഇപ്പോൾ അറൗണ്ട് 12:50 ഫ്ലൈറ്റ്. ഞങ്ങൾക്കിപ്പോൾ 12:15 അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ബോർഡിങ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ബോർഡിങ് സ്റ്റാർട്ടായി. അപ്പോൾ ലോഞ്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം, ബിക്കോസ് അവിടെ എഴുതിയിട്ടുണ്ടാവില്ല, അനൗൺസ്മെൻ്റ് ഒന്നും തരില്ല നമുക്ക് ബോർഡിങ് സ്റ്റാർട്ടായാലൊന്നും. അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, അത് നോക്കി നമുക്ക് മോണിറ്റർ ചെയ്യാം എപ്പോഴും നമ്മുടെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ആവണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ D6 ആണ് അവിടേക്ക് ഞങ്ങൾ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ബോർഡിംഗ് ആയി. അതപ്പോൾ 12:50 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ടൈമായി 12:40 ആയി. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. നല്ല ആരേഷ്യ പോപ്പുലർ ചെറിയൊരു കംഫർട്ടബിൾ ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഗോവ എത്തി. ഗോവ ഡബോളിൻ എയർപോർട്ടിലാണുള്ളത്. ഇതെവിടേക്കാണ് എന്തൊക്കെയാണ് പോകേണ്ടത്? ഫോർട്ട് അഗോഡ, മാൻഡ്രം ബീച്ച്, കോക്കനട്ട് റോഡ്, പാറ, അങ്ങനെ കുറേ എല്ലാ ഏരിയയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സൗത്താണ്. കാബൂതിരാമ, ഇതൊക്കെ ദൂദ് സാഗർ വാട്ടർഫാൾസ്, കാബൂതിരാമ ബീച്ച്, ഡോണാപോള. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈസി കാർ റെൻ്റൽ എന്ന് പറഞ്ഞിട്ട് റെൻറ്റ് മൈ ബൈക്ക് ഗ്രൂപ്പ്സിൻ്റെയാണ് അത്. അവിടെ നിന്നാണ് ഞങ്ങൾ 5 ദിവസത്തേക്ക് നമ്മൾ 4-5 ഡേയ്സിന് ഞങ്ങൾ ഈ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. റെൻ്റ് കാറാണ്. പെർ ഡേ 1100 റുപ്പീസ് തന്നെ. ബലീനോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരുകയും ചെയ്യും, എയർപോർട്ടിൽ തന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് കാർ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നിങ്ങളും വരികയാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെൻ്റ് കാറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അവരെന്നെ ഈസി ആയിട്ട് അവർ ബുക്ക് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയിട്ട് കാർ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പുറത്തിറങ്ങുമ്പോൾ തന്നെ കുറേ നമുക്ക് മെജസ്റ്റിക് പ്രൈഡ്, കസീനോസും പിന്നെ ഹോട്ടൽസിൻ്റെ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ബിഗ് ഡാഡി ഹോട്ടൽസ് ആൻഡ് കസീനോ, പിന്നെ ഗവൺമെൻറ് ടാക്സി, പ്രീപെയ്ഡ് കൗണ്ടർ, അതൊക്കെ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റും. പിന്നെ കുറേ ഹോട്ടൽസിൻ്റെ ഇതും അതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഫുള്ളായിട്ട്. കുഴപ്പമില്ല അല്ലേ, നമുക്ക് പാക്കേജും കിട്ടി. കുറച്ച് ഇത് വരാൻ മാത്രം ലേറ്റായില്ലേ. ഇത് പ്രയോറിറ്റി പാസ് കിട്ടുമോ? ഇത് പ്രയോറിറ്റി പാസ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങി ഇനി കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബലീനാണ് ബുക്ക് ചെയ്തത്. അവർക്ക് ഏതോ ഗിയർ പ്രോബ്ലം ഉണ്ടെന്നുകൊണ്ട് i20 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർ എടുത്തിട്ട് പോകാം. ഇതാണ് 1200 റുപ്പീസാണ് പെർ ഡേ നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. 4 ഡേയ്സിന് 5000 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ സ്ക്രാച്ചസ് ഉണ്ട് എല്ലാം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും നമ്മൾക്ക്. ഗോവയിൽ ഞങ്ങൾ എയർപോർട്ട് ഇറങ്ങി നേരെ റെന്റ് കാർ എടുത്തിട്ട് ഇപ്പൊ നേരെ കണ്ടോളിം പോയിട്ടിരിക്കുകയാണ്. കണ്ടോളിമിലാണ് ഞങ്ങളുടെ Airbnb സ്റ്റേ ഉള്ളത്. സാഗാതി ബാനി എന്ന് പറഞ്ഞൊരു Airbnb പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ 2 പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക്. അപ്പൊ ഞങ്ങളൊരു 3 ഡേയ്സ് അവരുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലായിരിക്കും സ്റ്റേ ചെയ്യുക. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ടോലം ബീച്ചാണ്. കണ്ടോലം ഏരിയയിലാണ് നമ്മളുള്ളത്. നോർത്ത് ഗോവയിലെ കണ്ടോലം പഞ്ചായത്ത് എന്നൊക്കെ പറയും. ആ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ഇതൊരു ഫേമസ് ആയ പ്ലേസ് ആണ്. അവിടെ ഒരു ഫേമസ് ആയ നമ്മളൊരു Airbnb എടുത്തിരിക്കുന്നത് സാഗ സ്റ്റേസ് എന്ന് പറഞ്ഞിട്ട്. സാഗ ബാനിയൻ അല്ലേ, സാഗ ബാനിയൻ സി ആൻഡ് ബാനിയൻ എം എന്ന് പറഞ്ഞ 2 പ്രോപ്പർട്ടിയാണ് നമ്മൾ 3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ഒരു ബാനിയൻ, സാഗ ബാനിയൻ സി ആൻഡ് എം എന്ന് പറഞ്ഞ 2 Airbnb ഉള്ളത്. നമ്മൾ ഇന്നിരിക്കുന്നത് സാഗ ബാനിയൻ എമ്മിലാണ്. നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ബാക്കി 2 ദിവസം ഇരിക്കുന്നത് സാഗ ബാനിയൻ സി എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോവ, ഒരു ഓത്തൻറ്റിക് ബിൽഡിംഗ് എന്നൊക്കെ പറയില്ല, ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ ഓൾഡ് ഗോവ ബിൽഡിംഗ് പോലെ ഒരു Airbnb ആണത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ പോയി കാണാം. അപ്പോൾ ഇതാണ് സാഗ സ്റ്റേഷൻ്റെ സാഗ ദി ബാനിയൻ എം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി. ഒരു 2 ബെഡ്റൂം വില്ല ആണ് ഇത്. നല്ലൊരു കിഡിലൻ ആംബിയൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. കയറുമ്പോൾ തന്നെ നമുക്കൊരു ഷൂ റാക്കും, പിന്നെ നമുക്ക് എൻട്രൻസിൽ തന്നെ നല്ല വലിയൊരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ അത്യാവശ്യമുള്ള യൂട്ടൻസിൽസ് ഒക്കെ നമുക്കുണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ ഓവൻ ഉണ്ട്, പിന്നെ നമുക്ക് കുക്കിംഗ് യൂട്ടൻസിൽസ് എല്ലാം നമുക്ക് അതിന് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസൊക്കെ ഉണ്ട് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഇതിനുമുള്ള പാത്രങ്ങളും എല്ലാം ഉള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഈവൻ വാഷിംഗ് മെഷീൻ വരെ ഉണ്ട് അല്ലേ. ഹാളാണ് അത്. നമുക്കൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നല്ലൊരു സോഫ കം ബെഡും ഉണ്ട്. പിന്നെ അതേപോലെ 2 സോഫ പോലെ ഉണ്ട്, ഒരു ഈസി ചെയർ, പിന്നെ TV ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കംഫർട്ടബിൾ ലിവിങ്ങിനുള്ളൊരു ഹാളാണല്ലേ എൻജോ. എല്ലാം ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ പെയിൻറ്റിങ് ആൻഡ് കൺസ്ട്രക്ഷനും കൂടെയാണ് ഉള്ളിൽ വരുമ്പോഴും കാണാം. ഞാൻ നിങ്ങൾക്ക് ബെഡ്റൂമും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ലിനൻസും അതേപോലെ തന്നെ പില്ലോസ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണത്. കർട്ടൻസ്, AC എല്ലാ റൂമിനും, ഹാളിനും 2 ബെഡ്റൂമിനും AC ഉണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സെറ്റപ്പ് അല്ലേ. ആ ഒരു ആംബിയൻസ് തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ തന്നെ. ഇതാണ് ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഗീസർ ഉണ്ട്, പിന്നെ അത് കമോഡ്, പിന്നെ നമുക്ക് കുറച്ച് ടോയ്ലറ്ററീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. തനിയായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഷവർ സ്പേസും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. ഇതാണ് ഇവിടെയുള്ള സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ഒരു ബെഡ്റൂമാണ്. ഇതും പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം മറ്റേ റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്പേസ് കുറവാണ്. എന്നാലും നല്ലൊരു സൗകര്യമുള്ള റൂം തന്നെയാണത്. നല്ലൊരു ബെഡും അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ, ഇവിടെ അയൺ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു റൂമാണ് ഇതും. എന്തായാലും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഇതും. ഒരു ചെറിയൊരു വരാന്ത കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് പോവുകയും ചെയ്യാം. പുറത്ത് പോയതിനു ശേഷം നമുക്ക് ചെടികളൊക്കെ അവർ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. വലിയൊരു ബാനിയൻ ട്രീ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ബാനിയൻ, സാഗ ബാനിയൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഈവനിങ് നേരെ ഇവിടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞിട്ടാണ്. മോസ്റ്റ്ലി ഏതെങ്കിലും ഒരു ബീച്ച് പോയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ഇന്ന് എന്തായാലും ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് ടയർഡായി. അപ്പോൾ എന്തായാലും കുറച്ച് സ്ഥലം പോയിട്ട് പിന്നെ തിരിച്ച് റൂമിൽ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ്. ചുറ്റി ബാഗ ബീച്ചൊക്കെ പോയി കണ്ടു. ഇപ്പോൾ നേരെ കണ്ടോളം ബീച്ചിലെത്തിക്കുകയാണ്. ഇവിടെ കുറച്ച് സൈലൻ്റ് ആണ്. ഇപ്പോൾ മോൺസൂൺ സീസൺ ആയതുകൊണ്ടും പിന്നെ അതുപോലെ ഒരു ഓഫ് സീസൺ ടൈം ആയതുകൊണ്ടോ ഒന്നും അധികം ആൾക്കാരില്ല. കുറച്ച് ക്രൗഡ് കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും കണ്ടോളം ബീച്ചും പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ ബീച്ചൊക്കെ എങ്ങനെയുണ്ട്, ബീച്ചിലിപ്പോൾ ഷാക്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം നമുക്ക്. ബീച്ചിൽ പോയപ്പോൾ ഒറ്റ ഷാക്സ് പോലും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ 3 മാസത്തേക്ക് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ബീച്ചിൽ വന്ന് ചുമ്മാ ഇരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ പോയപ്പോൾ ഇനി നല്ല മഴയും പെയ്തു. അപ്പോൾ എന്തായാലും തിരിച്ച് ഞങ്ങൾ ഓടി വന്നു. ഇനിയിപ്പോൾ കുറച്ച് എന്തെങ്കിലും ഷോപ്പിംഗ് എന്തെങ്കിലും പോവാം, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സോ എവിടെയെങ്കിലും പോയിരിക്കുന്നു റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ബീച്ച് പോക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്ഥലം പോയി നോക്കാം.
മ്യൂസിക് ആംബിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ. ഇതൊരു ഫിഷ് ഫിംഗർ ആണ്. പിന്നെ ഇതൊരു കലമാരിയാണ്. ഇവിടുത്തെ ഒരു ഗോവൻ സ്പെഷ്യൽ കലമാരിയാണിത്. ഇവിടെ ഡിന്നറിന് റൈസും അതേപോലെ തന്നെ ചിക്കൻ ചക്കൂട്ടി, ഗോവയിലെ ഗോവൻ സ്പെഷ്യൽ ഡിഷാണിത്, ചിക്കൻ ചക്കൂട്ടി. അതുപോലെ തന്നെ ഒരു ചൗമീനും പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ചൗമീനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജിഞ്ചർ എയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീടെത്തി. ഫിഷർമാൻസ് കൗ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. നമുക്ക് ഈ കണ്ടോളം നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഡിന്നറായിരുന്നു. കുഴപ്പമില്ല. കുറച്ച് ആ ചിക്കൻ സകൂട്ടിയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. മഴ കാരണം ഇവിടെ ഈ ഒരു ടൈമിൽ ബീച്ച് ഷാക്സ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കുറച്ച് ക്രൗഡ് കുറവാണ്. എന്നാലും കുറച്ച് നല്ല പീസ്ഫുൾ ടൈമൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോൺസൂൺ ടൈമിലൊക്കെ വരാൻ പറ്റും. ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾ നാളെ ഇതേ ബാനിയൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ മാറാൻ പോകുന്നത്. ആ കാഴ്ചകളൊക്കെ നാളെ കാണാം. അതേപോലെ കുറേ ഡിഫറെൻറ്റ് കാഴ്ചകളും വേറെ കുറേ ഗോവൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് നാളെ പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്സ്. ബൈ.